അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. ഇത്രയും ദിവസം വീട്ടില് പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും സിബ്ലിങ്സിന്റെയും ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇഷ്ടമുള്ള ഹോബീസ് ഒക്കെ ചെയ്ത് റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോയി കളിച്ചു നടന്ന കുട്ടികൾ സ്കൂളിലേക്ക് ഒരു പുതിയ റൂട്ടീനിലേക്ക് പോവുകയാണ്. ഇനി ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതേപോലെ ഒരു സ്കൂൾ മാറി പുതിയൊരു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഒരു സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. കുറെ പുതിയ ഫേസസ്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ്, കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു. കളിക്കാൻ പോകുന്ന സ്ഥലം, ഫുഡ് കഴിക്കുന്ന സ്ഥലം ഒക്കെ മാറുന്നു. സോ ഇത്രയും പുതിയ കാര്യങ്ങൾ ഒരേ സമയം പ്രോസസ് ചെയ്ത് സ്കൂൾ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനിഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആദ്യത്തെ ദിവസങ്ങളിൽ കരയുക, വാശി പിടിക്കുക, സ്കൂളിൽ പോകാൻ ഭയങ്കര മടി കാണിക്കുക. ഇതൊക്കെ നോർമൽ റിയാക്ഷൻസ് ആണ്. പിന്നീട് അവർ പതുക്കെ സ്കൂൾ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ആകും. കുട്ടിയുടെ സ്കൂൾ അഡ്ജസ്റ്റ്മെന്റ് ഈസി ആക്കാൻ പാരന്റ്സിന് പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. 1. പ്രീ സ്കൂൾ പോസിറ്റീവ് ടോക്ക് കൊടുക്കാം. കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് പോസിറ്റീവ് ആന്റിസിപ്പേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ഇന്ന് എന്ത് പഠിപ്പിക്കും, ഏത് പോയമാണ് ഇന്ന് സ്കൂളിൽ ചൊല്ലുക, എന്തൊക്കെ ഗെയിംസ് ആണ് ഇന്ന് സ്കൂളിൽ ഉണ്ടാവുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടിയുടെ ആൻസൈറ്റി കുറയ്ക്കുകയും കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് ഒരു വിഷ്വൽ റൂട്ടീൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്കൂൾ റൂട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി മാർഗം വീട്ടിലും ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ട് ഡ്രോ ചെയ്ത് കുഞ്ഞിന്റെ സ്പേസിൽ വെക്കാം. പിക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കളർഫുൾ ആയിട്ട് കുഞ്ഞ് എപ്പോൾ എണീക്കണം, എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം, എപ്പോൾ സ്കൂളിലേക്ക് പോകണം, ഇത് കാണുമ്പോൾ കുഞ്ഞിപ്പോൾ സ്കൂളിലേക്ക് പോകാറായി എന്ന് മനസ്സിലാക്കുകയും കുട്ടിയുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് സ്കൂളിൽ പോകുമ്പോഴുള്ള കുട്ടിയുടെ ആൻസൈറ്റി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് ബാഗിൽ ഒരു സോഫ്റ്റ് കംഫർട്ട് ഒബ്ജക്റ്റ് വെച്ചു കൊടുക്കുക. കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ടോയോ ഒരു ഫോട്ടോ ഫ്രെയിമോ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ബാഗിൽ വെക്കുന്നത് കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമതായിട്ട് സ്കൂൾ റോൾ പ്ലേ കണ്ടക്ട് ചെയ്യാം. വീട്ടില് അച്ഛനോ അമ്മയോ ടീച്ചറായിട്ട് ആക്ട് ചെയ്ത് കുട്ടിയോട് കുറച്ച് കോൺവെർസേഷൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കുട്ടീനെ കൊണ്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊക്കെ പറയിപ്പിക്കുന്നത് ക്ലാസ് റൂമിലെ സാഹചര്യം നേരത്തെ ഫീൽ ചെയ്യിപ്പിച്ച് കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോഴുള്ള ആൻസൈറ്റി കുറയ്ക്കുന്നതാണ്. അഞ്ചാമതായിട്ട് ഒരു കാം ഗുഡ് ബൈ കൊടുക്കുക. സ്കൂളിൽ പോകുമ്പോൾ ഗേറ്റിൽ ഭയങ്കര റഷ് ചെയ്ത് ടൈം ഇല്ലാണ്ട് ആൻഷ്യസ് ആയിട്ട് കുഞ്ഞിനെ സെൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് സ്കൂളിലെ ടീച്ചറിനെ കാണുമ്പോൾ ചിരിക്കണം കേട്ടോ, ഫ്രണ്ട്സിനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്യുന്നത് കുഞ്ഞിന് കോൺഫിഡന്റ് ആയിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കൂൾ അഡ്ജസ്റ്റ്മെന്റ് കുട്ടി കുറച്ച് സമയമെടുക്കും. പക്ഷെ നിങ്ങളുടെ കൺസിസ്റ്റന്റ് ലവ്, സപ്പോർട്ട്, റുട്ടീൻ ഇതൊക്കെ കിട്ടുമ്പോൾ കുട്ടി നോർമലി അഡ്ജസ്റ്റ് ആയിക്കോളും. വീണ്ടും കാണാം.